Hello guys, welcome back to our channel. Today is day 5 of our road trip. We are still in Kasol and today our plan is to visit Grahan village, and Grahan village is a beautiful village in Kasol, and basically it's a trek, and Ramji is all ready, and today is his birthday, so we'll wish him a very happy birthday. How is your birthday celebration going? Going good, starting my day On wheels. on wheels. This is birthday boy celebrating his birthday today in Kasol. I am turning 25 today. അപ്പോൾ ഞങ്ങൾ ആ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പിന്നിൽ കിടക്കുന്ന ജീപ്പ് ഉണ്ടല്ലോ, ഈ ജീപ്പിൽ വേണം വി ഹാവ് ടു ഗോ ടു എ പ്ലേസ് വേർ ദ ഒറിജിനൽ ട്രെക്ക് ബിഗിൻസ്. അപ്പോൾ അതുവരെ നമ്മൾ ഈ ജീപ്പിലാണ് പോവുക. പെർ പേഴ്സൺ 300 ഓർ സംതിങ് ആണ്, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ജീപ്പിൽ പോയിട്ട് ദേ വിൽ ഡ്രോപ്പ് അസ് ഇൻ എ പ്ലേസ് ആൻഡ് ഫ്രം ദെയർ ദ ഒറിജിനൽ ട്രെക്ക് ബിഗിൻസ്. അപ്പോൾ വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. ആക്ച്വലി ശരിക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയായിരിക്കും അതിന് മുകളിൽ നമുക്ക് കയറാൻ പറ്റുമോ? കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ഹാർഡായിരിക്കുമോ അതോ ഈസി ട്രെക്കിംഗ് ആണോ ഒന്നും അറിയില്ല. ബട്ട് സീ ദിസ് പ്ലേസ് ഇറ്റ്സ് ലൈക്ക് ഹെവൻലി ബ്യൂട്ടിഫുൾ. സീരിയസ്ലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതാണ് ആ ജീപ്പ്. ആ ജീപ്പ് വന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചൊരു ജീപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീപ്പ് നമ്മൾ മുകളിൽ കൊണ്ടുവിടും. താമസിക്കാൻ പോലെ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള റോഡാണ് കേട്ടോ. ജീപ്പിലിരിക്കുമ്പോൾ വരെ ഇറ്റ് വാസ് ലൈക്ക് വെരി ഡിഫിക്കൾട്ട് ഫോർ അസ്. ഞങ്ങളുടെ തലേക്ക് ഇടിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയത്. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് റിയലി എ ഫണ്ണി അഡ്വെഞ്ചർ ജീപ്പ് റൈഡ് ഐ എവർ ഹാഡ്. ഇറ്റ് വാസ് ടു ഗുഡ്. ആൻഡ് വ്യൂ ആയാലും സൈഡിലൊക്കെ അത്ര ബ്യൂട്ടിഫുൾ. ആ റിവർ നമ്മൾ അങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ആഫ്റ്റർ 15 minutes ഓഫ് ജീപ്പ് റൈഡ് ദേ ഡ്രോപ്ഡ് us ഇൻ ദിസ് പ്ലേസ്. ഇവിടെ നിന്നാണ് ആ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും എളുപ്പമല്ല, നല്ല പാടാണ്. പറഞ്ഞു 10 മിനിറ്റ് ട്രെക്കിംഗ് ആണ്, പക്ഷേ 10 മിനിറ്റ് നല്ലത് എക്സ്പീരിയൻസ്. എത്താറായിരുന്നു. അങ്ങനെ 20 minutes ട്രെക്ക് ചെയ്ത് വന്നു. നല്ല ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ കയറാൻ നല്ല പാടായിരുന്നു. കുറച്ചൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു കയറാൻ. പിന്നെ ഇങ്ങനെയൊക്കെ കയറി എത്തി. പക്ഷേ ഇനി കുറച്ചും കൂടി ദൂരമുണ്ട്. കുറച്ച് ദൂരം കൂടി കയറി കഴിഞ്ഞാൽ മേലെ എത്തും. अभी रोहतांग में वगैरह ऐसा नहीं ना? नहीं. हाँ नहीं. रोहतांग में गाड़ी है. अच्छा. और फिर स्नो में खेलने का नहीं? यार अभी इतना तो. ഇപ്പോൾ എത്തി നമ്മൾ ഗ്രഹൻ വില്ലേജിൽ. ഗ്രഹൻ വില്ലേജിൻ്റെ എൻട്രി ആണ് കാണുന്നത്. ഇവിടെ നിറയെ കാഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ. ഇവിടെ തന്നെ നല്ല വ്യൂ ആണ്. മൊത്തം നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മേലെ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിച്ചു തിരിച്ചിറങ്ങണത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു 20 minutes വൈകുന്നേരം
ഇറങ്ങാം എന്തായാലും ഇറങ്ങും. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ശരിയാവും. എനിക്ക് കുറച്ച് വീസിങ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായത്. അതർവൈസ് ബാക്കിയുള്ളവരൊക്കെ നല്ല കൂളായിട്ട് കയറുന്നുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ്സ് ട്രക്കാണ് താഴത്തുനിന്ന്. 15 അല്ല, ഞങ്ങൾ എനിക്ക് ഹാഫ് ആൻ അവർ എടുത്തു. മെല്ലെ ഞാൻ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് കയറിയത്. സ്റ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. മുകളിൽ വന്നപ്പോൾ നല്ല രസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ചലോ. സോ വില്ലേജിൽ ഓൾറെഡി എൻ്ററായി. ഇതാണ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായി. അപ്പോൾ ഇവിടെ ഒരു മന്ദിരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഹൗസസൊക്കെ വുഡൻ ഹൗസസ് ആണ്. ഇനി വി ഹാവ് ടു ഫൈൻഡ് എ ഗുഡ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ചിൽ ഫോർ സം ടൈം, ദെൻ ബാക്കിയുള്ള എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞു സാമീസ് കാഫേ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കാഫേ ഉണ്ട്. സോ വി ആർ ഗോയിങ് ദെയർ. അങ്ങനെ ഞങ്ങൾ സാമീസ് കാഫേ കണ്ടുപിടിച്ച് സാമീസ് കാഫേയിലെത്തി. അടിപൊളി ഒരു കാഫേയാണ് കേട്ടോ. ആംബിയൻസും അറ്റ്മോസ്ഫിയറും എല്ലാം അടിപൊളിയാണ്. ഫുഡും നല്ലതാണെന്നാണ് ഞങ്ങൾ ഓൾറെഡി റിവ്യൂസൊക്കെ കേട്ടത്. ഇറ്റ്സ് ലൈക്ക് ആൻ അമേസിങ് പ്ലേസ് വിത്ത് ആൻ അമേസിങ് വ്യൂ. നല്ല ആർട്ട് വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ താഴേക്ക് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. നല്ല കുറച്ച് തിരിച്ചിറങ്ങുമ്പോൾ മാത്രമാണ് അറിയില്ല തിരിച്ചിറങ്ങുമ്പോൾ എങ്ങനെയാവുമെന്ന്. പക്ഷേ ഇതുവരെ അടിപൊളിയാണ് ശരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാനൊക്കെ. പക്ഷെ ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല രസം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. ദിസ് ഇസ് വാട്ട് ഐ ഓർഡേർഡ്, എ സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ. അതേപോലെ ആലു പറാഠയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫി ആൻഡ് ഓൾ. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. റിവ്യൂ കേട്ട പോലെ തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഫുഡ് ഇസ് ലൈക്ക് റിയലി ഡെലീഷ്യസ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നല്ല ചില്ല് ചെയ്തിരുന്നു. കാരണം നമുക്ക് നല്ല വി വർ വെരി ടയേർഡ് ആഫ്റ്റർ എ ലോങ് ട്രെക്ക്. ആൻഡ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേർഡ്സ് ദ വില്ലേജ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ദെൻ വി തോട്ട് വി വിൽ റിട്ടേൺ ബിക്കോസ് ആവശ്യത്തിന് എനർജിയൊക്കെ നൗ വി ഹാവ്. ഇതാണ് ഇവിടുത്തെ വില്ലേജ് ഹൗസസ്. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്, കാഫേസ് ഉണ്ട്. ഇവിടുത്തെ മിക്കവാറും ആൾക്കാർ ഇവരുടെ വീടല്ലാതെ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ഇവിടെ അടുത്തുള്ള പ്ലേസസ് പോലും വിസിറ്റ് ചെയ്യാറില്ല. അതാണ് ഞങ്ങൾക്ക് അറിഞ്ഞ അവിടുത്തെ കാഫേയിൽ സംസാരിച്ചപ്പോൾ അവരിവിടെ തന്നെയാണ് ജനിച്ച് വളർന്നത്. പക്ഷേ അവരുടെ വീടല്ലാതെ അവരെങ്ങോട്ടും പോയിട്ടില്ല. ഇവിടെ ഹോസ്പിറ്റൽസ് ഇല്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല. ദേ ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് സ്റ്റേ ഹിയർ. എൻ്റെ ഡാർലിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ കയറുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ താഴെ ഇറങ്ങുന്നതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഇറങ്ങുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് സെറ്റായി നടക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ മസ്റ്റ് ട്രൈ ആണ്. ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ മേലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഐസ് കവേർഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നും കാണില്ല, ഫുൾ ഐസ് ആയിരിക്കും. ഫുൾ തിക്ക് ബ്ലാങ്കറ്റ് ഓഫ് സ്നോ. ഇവിടെ വന്ന് മന്ത്ലി ബേസിസിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ഫ്രൂട്ട് കാണാനുണ്ട്, വാട്ടർമെലൻ പോലെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാവരും നല്ല നടക്കാനും ഇതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് വരണം, എന്നാലേ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ പിന്നെ ഫുൾ ആൻഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല, ബട്ട് സ്റ്റിൽ നല്ലൊരു ഇത് കണ്ടു. ഇവിടെ ഒരു സ്റ്റേ ബാക്കൊക്കെ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് വളരെ സിമ്പിളായിട്ടുള്ള ബാക്ക് പാക്കർ, അധികം ലഗേജ് ഒന്നും ഇല്ലാതെ മിനിമൽ
ഇതിനായിട്ട് വന്നു കഴിഞ്ഞാൽ 1 or 2 days സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് മന്ത്ലി സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. വണ്ടർഫുൾ പ്ലേസ്. പുറത്തുനിന്നുള്ള പൊല്യൂഷനും സിറ്റി ചാവസൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു. പക്ഷെ മോസ്റ്റ്ലി ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വില്ലേജാണ്. അമേസിങ്. വെരി ഡിഫറെൻറ്റ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. See the beauty guys. ഇവിടെ എല്ലാം സ്നോ കവറായിരിക്കും. നെക്സ്റ്റ് 2-3 months things would be totally out. നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നടക്കണം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. हम है कसोल में. मैं कभी नहीं सोचा था मैं हिमाचल प्रदेश आ पाऊंगी. तो मेरा लाइफ में मैंने क्रॉस करके रखा था ये चीज. मतलब मुझसे नहीं होगा ऐसी सब. पहाड़ों में नहीं गए तो कहाँ गए? बट मेरा हेल्थ की वजह से, क्योंकि मेरा डॉक्टर ने बहुत मना किया है. क्या बोला? अच्छा डॉक्टर ने मना किया? नहीं, मेरे डॉक्टर ने बहुत सारी चीज़ मेरे को मना की है. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈൽ റിട്ടേണിങ് ഇറ്റ് വാസ് ബിറ്റ് ഈസി. കയറിയ പോലെ ആയിരുന്നില്ല. സ്റ്റിൽ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഈ ഒരു ഇപ്പം നടക്കുന്ന സ്ഥലത്ത് പ്രശ്നമില്ല. പക്ഷെ കുറച്ചും കൂടി എത്തുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ സ്ലിപ്പായി വീഴാനൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഞാൻ തന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ സ്ലിപ്പായി. അപ്പോൾ അത് കാരണം ആണ് ഞങ്ങൾ ഫുള്ള് ക്യാമറ പിടിച്ച് നടക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു ആ ഒരു ടാസ്ക്. തിരിച്ചിറങ്ങാണ്. നല്ല അഡ്വഞ്ചറാണ് കേട്ടോ. വെരി അഡ്വഞ്ചറസ്. ഐഡിയൽ പ്ലേസ് ഫോർ അഡ്വഞ്ചർ ലവേഴ്സ്. ബർത്ത്ഡേ അഡ്വഞ്ചറാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഫൈനലി സക്സസ്ഫുള്ളി ആ ഒരു ട്രക്ക് കഴിഞ്ഞു. ഇത്രയും മുകളിൽ കയറിയിട്ടാണ് വന്നത്. താഴെ വരെ വന്നു. ഇനി നമുക്ക് ഈ ജീപ്പിൽ വേണം പോകാൻ താഴേക്ക്. ഇനിയും താഴെ കസോൾ മാർക്കറ്റിൻ്റെ അതുവരെയാണ് അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി അതുവരെ നമുക്ക് ഇത്രയും ദൂരം ഭയങ്കര അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വർത്ത് വിസിറ്റിംഗ് ദിസ് പ്ലേസ്. സോ ആഫ്റ്റർ ആൻ അമേസിങ് ട്രെക്കിംഗ് ലൈക്ക് ഫൈനലി ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴും ദാറ്റ് ജീപ്പ് റൈഡ് വാസ് ലൈക്ക് വെരി അഡ്വഞ്ചറസ്. സ്ലോപ്പും കൂടി ആയതുകൊണ്ട് ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. ബട്ട് സീരിയസ്ലി വി റിയലി എൻജോയ്ഡ് ദിസ് ട്രെക്കിംഗ്. ശരിക്കും ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഇത് മിസ് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്. ഞാൻ എവിടെയാണോ ചിലപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ബട്ട് ഐ കംപ്ലീറ്റഡ് ഇറ്റ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഫ്രം ദ ഗ്രഹൺ വില്ലേജ് ട്രെക്കിംഗ്. ഇത് എപ്പോഴേക്കും ഒരു ലൈക്ക് ഓൾവേസ് ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരിക്കും. അതേപോലെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ എൻജോയ് ഗൈസ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ ബൈ ഗൈസ്.